1963 ജൂൺ മാസം 16-ാം തീയതി പകൽ സമയമാണ്. നേരം വെളുത്തിട്ട് അധിക നേരമൊന്നും ആയിട്ടില്ല. നമുക്ക് ബൈക്കനൂർ സിറ്റിയിലേക്ക് പോകാം. സോവിയറ്റ് യൂണിയനിലെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു സിറ്റിയാണ്. ആ സിറ്റിയുടെ ഉള്ളിൽ തന്നെ ഒരു സ്റ്റാർ സിറ്റി ഉണ്ട്. അതായത് സോവിയറ്റ് യൂണിയനിലെ ബഹിരാകാശ സഞ്ചാരികളുടെ സിറ്റി. അവിടെയാണ് അതിനുവേണ്ട പരിശീലനങ്ങളൊക്കെ നൽകുന്നത്. അവിടെയാണ് അതിന് ആവശ്യമായിട്ടുള്ള റോക്കറ്റുകളൊക്കെ തന്നെയും നിർമ്മിക്കുന്നത്. പേടകത്തിൻ്റെ നിർമ്മാണവും നടക്കുന്നത് അവിടെ തന്നെയാണ്. നമ്മൾ പോകുന്നത് അവിടേക്കാണ്. സ്റ്റാർ സിറ്റിയിലെ വളരെയധികം ബൃഹത്തായിട്ടുള്ള ഒരു കെട്ടിടം. ആ കെട്ടിടത്തിൻ്റെ ഉള്ളിലെ വിശാലമായ ഒരു മുറി. ആ മുറിയിൽ വളരെയധികം ഭയത്തോടു കൂടി തന്നെ ഒരു ചെറുപ്പക്കാരി ഇരിപ്പുണ്ട്. വാലന്റീന ടെറഷ്കോവ എന്നാണ് അവളുടെ പേര്. അവളുടെ ചുറ്റിനുമായിട്ട് 2-3 ഡോക്ടർമാരുണ്ട്, സെക്യൂരിറ്റി ഓഫീസർമാരുമുണ്ട്. ഡോക്ടർമാർ അവളുടെ നാഡിയിടിപ്പ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾക്ക് ഒരു രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ഇല്ല എന്ന് അവർ വിലയിരുത്തുകയാണ്. അവളുടെ അടുത്ത് തന്നെ മറ്റൊരു സ്ത്രീയെ നമുക്ക് കാണാൻ സാധിക്കും. അവളുടെ ബാക്കപ്പായ സൊളോവിയോവയാണ്. ഈ ദിവസമാണ് വാലന്റീന ബഹിരാകാശത്തേക്ക് കുതിച്ചുയരാൻ പോകുന്നത്. പക്ഷേ പോകുന്നതിന് മുൻപ് അവൾക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ, അവളുടെ ആരോഗ്യനിലയിൽ എന്തെങ്കിലും ഒരു ചെറിയ തകരാറ് കണ്ടെത്തുകയാണെങ്കിൽ അവളായിരിക്കില്ല, അവളുടെ ബാക്കപ്പായിട്ടുള്ള സൊളോവിയോവയായിരിക്കും ആദ്യത്തെ വനിതാ ബഹിരാകാശ സഞ്ചാരിയായി മാറാൻ പോകുന്നത്. വാലന്റീനയ്ക്ക് അതിൽ അല്പം ഭയമുണ്ട്. ഡോക്ടർമാരിലേക്ക് അവൾ തുറച്ചു നോക്കുന്നുമുണ്ട്. എന്തെങ്കിലും ഒരു തകരാർ തന്നിൽ കണ്ടെത്തുകയാണെങ്കിൽ തൻ്റെ വലിയൊരു സ്വപ്നം ഇല്ലാതെയാകുന്നതാണ്. വാലന്റീന ഇരിക്കുന്ന ആ കെട്ടിടത്തിൽ നിന്നും അല്പം അകലെയായിട്ടാണ് കോസ്മോഡ്രോം സ്ഥിതി ചെയ്യുന്നത്. കോസ്മോഡ്രോമിലാണല്ലോ വോസ്റ്റോക്ക് 6 എന്ന പേടകത്തെ സ്ഥാപിച്ചിരിക്കുന്നത്. വോസ്റ്റോക്ക് 6 അവളെയും കാത്ത് അവിടെ ഇരിക്കുകയാണ്, ആദ്യത്തെ വനിതാ സഞ്ചാരിയെ ബഹിരാകാശത്ത് എത്തിച്ചു എന്ന ക്രെഡിറ്റ് സ്വന്തമാക്കാനായിട്ട്. വാലന്റീനയ്ക്ക് ഇപ്പോഴും കാര്യങ്ങളൊന്നും വിശ്വസിക്കാൻ സാധ്യമാകുന്നില്ല. എങ്ങനെയാണ് ഞാൻ ഈ ഒരു സ്ഥാനത്തിരിക്കുന്നത്? ചെറുപ്പകാലത്തൊന്നും ഞാൻ ഇത്തരത്തിലുള്ള ഒരു സ്വപ്നം കണ്ടിട്ട് പോലുമില്ല. ഒരു വിമാനത്തിൽ യാത്ര ചെയ്യുന്നതിനെക്കുറിച്ച് പോലും ചിന്തിച്ചിട്ടില്ല. ഞാൻ ബഹിരാകാശത്തേക്ക് പോവുകയാണ്. ഇതിൻ്റെ എല്ലാം കാരണക്കാരി തൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തായ ഗലീനയാണ്. ഗലീന വളരെ ധീരയായിട്ടുള്ള ഒരു വനിതയായിരുന്നു. പക്ഷേ വാലന്റീന വളരെ ഭീരുവുമായിരുന്നു. അവൾക്ക് എല്ലാത്തിനോടും എല്ലായ്പ്പോഴും ഭയം തന്നെയാണ് ഉണ്ടായിരുന്നത്. ഗലീന എയ്റോ സ്പോർട്സ് ക്ലബിലെ ഒരു അംഗമായിരുന്നു. അവിടെ ഒരു പാരച്യൂട്ടറായിട്ട് അവൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് അവൾ വാലന്റീനയെ ഫോഴ്സ് ചെയ്യുന്നത്. നീയും എൻ്റെ ഒപ്പം വരണം. നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് തന്നെ വേറൊരു തലത്തിലെത്തിക്കുന്നതിൽ ഈ ക്ലബിന് വലിയ പങ്ക് തന്നെയുണ്ട്. ആണുങ്ങൾ പോലും വളരെയധികം ഭയത്തോടു കൂടി ചെയ്യുന്ന ഒരു പ്രക്രിയയാണ്. എൻ്റെ ഒപ്പം പോരുക, നമുക്ക് ഒന്നിച്ച് പാരച്യൂട്ടേഴ്സ് ആയിട്ട് മാറാൻ സാധിക്കുന്നതാണ്. പക്ഷേ വാലന്റീനയ്ക്ക് ഭയമായതുകൊണ്ട് തന്നെ അവൾ പലപ്പോഴും അത് നിരസിക്കുകയായിരുന്നു. പക്ഷേ ഗലീനയുമായിട്ടുള്ള സൗഹൃദ ബന്ധം ഇല്ലാതെയാകുമെന്ന് ഭയന്ന് ഒരു ഘട്ടത്തിൽ മാത്രം അവൾക്ക് എയ്റോ സ്പോർട്സ് ക്ലബിൽ സന്ദർശിക്കേണ്ടി വന്നു. അവിടെ ആദ്യമായി സന്ദർശിക്കുന്നവർക്ക് ഒരു ഓറിയൻറ്റേഷൻ ക്ലാസ് കൊടുക്കുക പതിവാണ്. പാരച്യൂട്ടേഴ്സ് എന്തെങ്കിലും ഒരു അപകടത്താൽ മരിക്കുകയാണെങ്കിൽ അതിൻ്റെ ഉത്തരവാദികൾ അവർ മാത്രമാണെന്ന് എഴുതി ഒപ്പുവെച്ച് കൊടുക്കേണ്ടതായിട്ടുണ്ട്. കാരണം കൃത്യസമയത്ത് പാരച്യൂട്ട് പ്രവർത്തിപ്പിച്ചില്ലെങ്കിൽ ആ പാരച്യൂട്ടർ മരണമടയുന്നതാണ്. ഭൂമിയിൽ വന്ന് വീണ് തകർന്നടിഞ്ഞായിരിക്കും അവരുടെ അന്ത്യം സംഭവിക്കുക. ആ ഒരു ഓറിയൻറ്റേഷൻ ക്ലാസ്സിൽ അവർക്ക് ചില ചിത്രങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുകയുണ്ടായി. ആ ചിത്രങ്ങൾ ആരെയും ഞെട്ടിപ്പിക്കുന്ന ചിത്രങ്ങൾ തന്നെയായിരുന്നു. മുൻപ് പലപ്പോഴായിട്ട് കൃത്യമായിട്ടുള്ള സമയത്ത് പാരച്യൂട്ട് പ്രവർത്തിപ്പിക്കാൻ സാധ്യമാകാതെ നിലം പതിച്ച് മരിച്ചു പോയിട്ടുള്ള ആളുകളുടെ ചിത്രങ്ങളായിരുന്നു അത്. തനിച്ചൊന്ന് റോഡ് ക്രോസ് ചെയ്യാൻ പോലും ഭയമുണ്ടായിരുന്ന വാലന്റീനയ്ക്ക് അത് മാത്രം മതിയായിരുന്നു. ഗലീനയായിട്ടുള്ള സൗഹൃദം ഇല്ലാതെ ആയാലും കുഴപ്പമില്ല എന്ന് കരുതിക്കൊണ്ട് അവൾ ഗലീനയോട് ഒന്നും തന്നെ സംസാരിക്കാതെ അവിടെ നിന്നും ഇറങ്ങിപ്പോവുകയാണ് ഉണ്ടായത്. പക്ഷേ അവളുടെ ഉള്ളിൽ ധീരതയുടെ പാരച്യൂട്ടിൻ്റെ വിത്തുകൾ പാകിയിട്ടുണ്ടായിരുന്നു ആ ഒരു സന്ദർശനത്തിലൂടെ. അത് അവളുടെ ഉള്ളിൽ കടന്ന് വളർന്നുകൊണ്ട് തന്നെ ഇരിക്കുകയായിരുന്നു. കുറച്ച് ദിവസങ്ങൾ കടന്നു പോയപ്പോഴാണ് അവൾ തെരുവോരങ്ങളിലൊക്കെ പതിപ്പിച്ചിരിക്കുന്ന ചില പോസ്റ്ററുകൾ കാണാൻ ഇടയായത്. ആ പോസ്റ്ററുകൾ സ്ത്രീകളെ ക്ഷണിച്ചുകൊണ്ടുള്ള 1-2 വരികളുണ്ടായിരുന്നു, 1-2 ചിത്രങ്ങളുണ്ടായിരുന്നു. പാരച്യൂട്ടർ ആകാനായിട്ട് ഇപ്പോൾ സ്ത്രീകൾക്ക് സാധ്യമാകും. താല്പര്യമുള്ള സ്ത്രീകളൊക്കെ തന്നെയും ഈ അഡ്രസ്സിൽ ബന്ധപ്പെടുക. അത് അതേ എയ്റോ സ്പോർട്സ് ക്ലബിൻ്റെ അഡ്രസ്സ് തന്നെ ആയിരുന്നു. അവളുടെ ഉള്ളിൽ ഒരു പാരച്യൂട്ടർ ആകണമെന്നുള്ള ഒരു ആഗ്രഹം ഈ ഒരു ഘട്ടത്തിൽ ഉടലെടുക്കുകയാണ്. അവൾ രണ്ടും കൽപ്പിച്ചുകൊണ്ട് തന്നെ എയ്റോ സ്പോർട്സ് ക്ലബിലേക്ക് പോയി. അവിടെ ഒപ്പിടാനായിട്ട് കൊടുത്ത കടലാസുകളിലൊക്കെ തന്നെയും അവൾ കൃത്യമായിട്ട് ഒപ്പിട്ടു. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദി ഞാൻ മാത്രമാണ്. പക്ഷേ ഈ കാര്യങ്ങളൊന്നും അവൾ അവളുടെ വീട്ടുകാരോട്, അമ്മയോട് പറയുകയുണ്ടായില്ല. പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അമ്മ ഇത് സമ്മതിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ
വിജയകരമായിട്ട് പാരച്യൂട്ട് ഉപയോഗിച്ച് പറന്ന് ഭൂമിയിൽ നിലം തൊടുന്ന ആ സമയം മാത്രം അമ്മ ഈ കാര്യങ്ങൾ അറിഞ്ഞാൽ മതി. എയ്റോ ക്ലബ്ബിൽ ഓൾറെഡി അംഗങ്ങളായിട്ടുള്ള സ്ത്രീകളും പുതിയതായിട്ട് അംഗത്വം എടുക്കാനായിട്ട് എത്തിച്ചേർന്നിട്ടുള്ള സ്ത്രീകളും അവിടെ ഉണ്ടായിരുന്നു. അവരെ എല്ലാവരെയും മാറി മാറി വാലന്റീന നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ആരിലും അസാധ്യമായിട്ടുള്ള ഒന്നും തന്നെ കാണാൻ അവൾക്ക് സാധ്യമാകുന്നില്ല. അവളെപ്പോലെ തന്നെയുള്ള സാധാരണക്കാരികളായിട്ടുള്ള റഷ്യൻ സ്ത്രീകൾ മാത്രമാണ് അവിടെ ഉള്ളത്. അവർക്കൊക്കെ ഇത് സാധ്യമാകുമെങ്കിൽ എനിക്കും ഇത് സാധ്യമാകുന്നതാണ്. പിന്നീട് ദിവസങ്ങൾ നീണ്ട പരിശീലനം തന്നെയാണ്. എങ്ങനെയാണ് പാരച്യൂട്ട് പ്രവർത്തിക്കുന്നത്, ഒരു കൂണ് പോലെ മുകളിലേക്ക് പാരച്യൂട്ട് ഉയരാനുള്ള കാരണം എന്താണ്, അത് എങ്ങനെയാണ് നമ്മൾ പ്രവർത്തിപ്പിക്കേണ്ടത്, ഏത് സമയത്താണ് അത് പ്രവർത്തിപ്പിക്കേണ്ടത്, അങ്ങനെ പാരച്യൂട്ടിലേറി നമ്മൾ ഭൂമിയിലേക്ക് നിലംതൊടാൻ പോകുമ്പോൾ എങ്ങനെ ആ യാത്രയെ നമ്മൾ നിയന്ത്രിക്കണം, എങ്ങനെ കൃത്യമായിട്ടുള്ള ലാൻഡിംഗ് ഏരിയയിൽ തന്നെ ലാൻഡ് ചെയ്യാൻ സാധ്യമാകണം, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരിശീലനങ്ങളൊക്കെ തന്നെയും അവൾക്ക് ലഭ്യമായി. ഒടുവിൽ ആ ദിവസം എത്തിച്ചേർന്നു. ആദ്യമായിട്ട് വിമാനത്തിൽ യാത്ര ചെയ്യാൻ പോകുന്ന ഒരു ദിവസം. യാക് വിമാനത്തിലാണ് അവൾക്ക് യാത്ര ചെയ്യേണ്ടത്. ആ വിമാനത്തിൽ അവളോടൊപ്പം തന്നെ നിരവധി സ്ത്രീകളും ഉണ്ടായിരുന്നു. 1959 വർഷം, ദിവസം മെയ് മാസം 21. അധികം വൈകിയില്ല, യാക് വിമാനം മുകളിലേക്ക് കുതിച്ചുയരുകയാണ് ഉണ്ടായത്. വളരെയധികം ഉയരത്തിലേക്ക് പോയി. ഏതാണ്ട് ഒരു 500 മീറ്റർ ഉയരത്തിലേക്കായിരിക്കണം അത് യാത്ര ചെയ്തിട്ടുണ്ടാവുക. അവൾ മനസ്സുകൊണ്ട് അത് അളന്നെടുത്തു. ശേഷം ഓരോരുത്തരായിട്ട് അതിൻ്റെ മുകളിൽ നിന്നും താഴേക്ക് ചാടാൻ തുടങ്ങി. വാലന്റീന വളരെയധികം ഭയത്തോടുകൂടി തൻ്റെ ടേണിനായിട്ട് കാത്തു നിൽക്കുകയാണ്. ഒടുവിൽ തൻ്റെ സമയവും വന്നെത്തി. പരിശീലകൻ അവളുടെ മുഖത്തേക്കൊന്ന് നോക്കി. എല്ലാം മനസ്സിലായി എന്ന അർത്ഥം വരുന്ന രീതിയിൽ അവൾ തലയൊന്ന് ആട്ടിയതിന് ശേഷം ചാടാനായിട്ട് തയ്യാറായി. 1 2 3 എന്ന് പറയുന്ന സമയത്ത് വാലന്റീനയ്ക്ക് പുറകിൽ നിന്നും ഒരു ചെറിയ പുഷ് ലഭ്യമായി. ആ പുഷിൽ നിന്നും നേടിയെടുത്ത ധൈര്യത്തോടു കൂടി തന്നെ അവൾ നിലത്തേക്ക് ചാടുകയാണ് ഉണ്ടായത്. അല്പനേരം അവൾക്ക് വലിയ രീതിയിലുള്ള ഒരു ഭയമാണ് അനുഭവപ്പെടേണ്ടി വന്നത്. ആ സമയത്ത് പാരച്യൂട്ട് പ്രവർത്തിപ്പിക്കാൻ പാടില്ല. അല്പം താഴേക്ക് എത്തിച്ചേർന്നതിന് ശേഷം മാത്രം അതിൻ്റെ ചരടിൽ ആഞ്ഞു വലിക്കുക. കൃത്യമായിട്ടുള്ള സമയത്ത് തന്നെ അവൾ ആ ചരട് പ്രവർത്തിപ്പിച്ചു. പാരച്യൂട്ട് ഒരു വലിയ കൂണ് പോലെ അവളുടെ മുമ്പിൽ വികസിച്ച് നിൽക്കുകയാണ്. ആ പാരച്യൂട്ടിൻ്റെ സപ്പോർട്ട് കാരണം അവളുടെ വേഗത മന്ദഗതിയിലായി. അങ്ങനെ പതിയെ കാറ്റിൻ്റെ താളത്തിനൊത്തനുസരിച്ച് അവൾ യാത്ര ചെയ്യുകയാണ്. അതിമനോഹരമായിട്ടുള്ളൊരു ദൃശ്യമാണ് അവൾക്കപ്പോൾ കാണാൻ സാധ്യമായത്. താൻ ജനിച്ചു വളർന്ന തൻ്റെ ജന്മരാജ്യം സോവിയറ്റ് യൂണിയൻ, ആ സോവിയറ്റ് യൂണിയനെ ഒറ്റ നോട്ടത്തിൽ തന്നെ അവൾക്ക് കാണാൻ സാധ്യമാകുന്നു. ആ രാജ്യം പൂർണ്ണമായിട്ടും അവിടെ കണ്ണിൽ ഒതുങ്ങുന്നില്ല. കാരണം സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്നത് വലിയൊരു പ്രദേശമാണ്. പക്ഷേ കൃത്യമായിട്ടും അതിമനോഹരമായിട്ട് ഒഴുകുന്ന വോൾഗ നദിയെ അവൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. വോൾഗയെ ഇത്രയധികം മനോഹരമായിട്ട് മുൻപൊരിക്കലും അവൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഒരു പാരച്യൂട്ടർ ആകുന്നത് ഒരു വലിയ ഭാഗ്യമായിട്ട് അവൾക്ക് തോന്നി. കാരണം ഇത് എല്ലാവർക്കും ആസ്വദിക്കാൻ സാധിക്കുന്ന ഒരു ദൃശ്യമല്ല. ആ മനോഹരമായിട്ടുള്ള ദൃശ്യം അവൾ ആസ്വദിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. പക്ഷേ ഈ ആസ്വാദനത്തിന് ഇടയിൽ അവൾക്ക് കൃത്യമായിട്ടുള്ള ലാൻഡിംഗ് ലൊക്കേഷൻ കേന്ദ്രീകരിക്കാൻ സാധ്യമായില്ല. അതൊരു വലിയ അപാകതയൊന്നുമല്ല. കാരണം ഇത് ആദ്യത്തെ പരിശീലന ചാട്ടം മാത്രമാണ്. വളരെ മന്ദമായ വേഗതയിൽ തന്നെ അവളുടെ ഇരു കാലുകളും അവളുടെ ജന്മരാജ്യത്തിൻ്റെ മാറിടത്തിലേക്ക് വന്നു പതിച്ചു. വളരെ മന്ദമായിട്ടുള്ള ഒരു സേഫ് ആയിട്ടുള്ള ലാൻഡിംഗ് തന്നെയായിരുന്നു. പക്ഷേ ആ പാരച്യൂട്ട് ചാട്ടം ഒരു വിജയമായിരുന്നില്ല. അവൾക്ക് ആ ഒരു ലാൻഡിംഗ് ലൊക്കേഷനിൽ ഇറങ്ങാൻ സാധിച്ചിരുന്നുമില്ല. പക്ഷേ അതിൽ വിഷമിക്കേണ്ട ഒരു ആവശ്യവുമില്ല. കോച്ച് അവളെ സമാധാനപ്പെടുത്തി. ഇത് ആദ്യത്തെ ചാട്ടം മാത്രമാണ്, ഇനിയും ഒരുപാട് അവസരങ്ങൾ നിനക്ക് ലഭ്യമാകുന്നതാണ്. അന്നവൾ വീട്ടിൽ വളരെ വൈകിയാണ് എത്തിച്ചേർന്നത്. എന്ത് കാരണത്താലാണ് വൈകിയതെന്ന് അമ്മ ചോദിക്കുന്നുണ്ട്. പക്ഷേ ആദ്യമൊന്നും അവൾ പറയുന്നില്ല. പക്ഷേ രാത്രി നേരത്തെ സൂപ്പ് കഴിക്കുന്നതിനിടയിലാണ് അവൾ ആ കാര്യം അമ്മയെ അറിയിച്ചത്. ഞാൻ ഇപ്പോൾ ഒരു പാരച്യൂട്ടറാണമ്മേ. പാരച്യൂട്ടർ എന്ന് കേട്ടപ്പോൾ തന്നെ അമ്മയുടെ നെഞ്ചൊന്ന് കാളി. അതെ, ഭയാനകരമായിട്ടുള്ള ഒരു ജോലിയിലാണ് തൻ്റെ മകൾ ഏർപ്പെട്ടിരിക്കുന്നത്. എന്തോ ഒരു രഹസ്യം അവൾ മറച്ചു വെക്കുന്നതായിട്ട് അമ്മയ്ക്ക് കുറച്ച് നാളുകളായിട്ട് അറിയാമായിരുന്നു. പക്ഷേ ഇത്രയധികം ഭയാനകരമായിട്ടുള്ള ഒരു രഹസ്യമാണ് തൻ്റെ മകൾ ഒളിപ്പിച്ചു വെച്ചതെന്ന് അവർ പ്രതീക്ഷിച്ചിരുന്നില്ല. ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. ധീരന്മാരായിട്ടുള്ള പുരുഷന്മാർ മാത്രം ചെയ്യേണ്ട ഒരു ജോലിയാണ്. നീ ഒരു സ്ത്രീയാണ്, നിന്നെക്കൊണ്ട് അത് ചെയ്യാൻ സാധിക്കുന്നതല്ല. വാലന്റീന വളരെ കോൺഫിഡൻസോടുകൂടി തന്നെ പറഞ്ഞു, ഞാൻ വെറും ഒരു സ്ത്രീയല്ല, ഞാൻ സോവിയറ്റ് യൂണിയനിലെ സ്ത്രീയാണ്. സോവിയറ്റ് യൂണിയൻ സ്ത്രീകളെയും പുരുഷന്മാരെയും ഒരേ രീതിയിൽ തന്നെയാണ് കാണുന്നത്. പുരുഷന്മാർക്ക് ചെയ്യാൻ സാധിക്കുന്നതൊക്കെ തന്നെയും സ്ത്രീകൾക്കും ചെയ്യാൻ സാധിക്കുമെന്ന് സോവിയറ്റ് യൂണിയൻ ഉറച്ചു വിശ്വസിക്കുന്നു. ആ രാജ്യത്തെ അഭിമാനമുള്ള ഒരു സ്ത്രീയാണ്. എന്നെക്കൊണ്ട് ഇത് സാധിക്കുന്നതാണ്.
അവളുടെ വാക്കുകൾ ഒരു കാലത്തും ഉണ്ടായിട്ടില്ലായിരുന്ന ഒരു സെൽഫ് കോൺഫിഡൻസ് നിഴലിക്കുന്നതായിട്ട് അമ്മയ്ക്ക് മനസ്സിലായി. അവളെ ഇതിൽ നിന്നും തടുക്കാൻ സാധിക്കുന്നതല്ല. പക്ഷേ 1-2 ഉപദേശങ്ങൾ നൽകാൻ അമ്മ മടിച്ചില്ല. നീ തുടർന്നു കൊള്ളുക നിൻ്റെ പരിശീലനങ്ങൾ, നീ ഒരു പാരച്യൂട്ടറായിട്ട് തന്നെ മാറട്ടെ, പക്ഷേ അധികം ഉയരങ്ങളിലൂടെ ചാടാതിരിക്കാനായിട്ട് പ്രത്യേകം നീ ശ്രദ്ധിക്കേണ്ടതാണ്, അത് വലിയ അപകടങ്ങൾ വരുത്തി വയ്ക്കുന്നതാണ്. പക്ഷേ അമ്മയുടെ ആ ഉപദേശം അതേപടി അനുസരിക്കാൻ അവൾക്ക് സാധിക്കുമായിരുന്നില്ല. കുറച്ച് ദിവസങ്ങൾ കൂടി കഴിഞ്ഞപ്പോൾ വളരെയധികം ഉയരത്തിലൂടെ ചാടാനുള്ള ഒരു അവസരമാണ് കേണൽ മിഹാജോലോവിച്ച് അവൾക്ക് നൽകിയത്. റിട്ടയർഡായിട്ടുള്ള ഒരു കേണലാണ്. മുമ്പ് ഒരു ഫൈറ്റർ പൈലറ്റ് ആയിരുന്നു മിഹാജോലോവിച്ച്. അദ്ദേഹത്തിൻ്റെ കീഴിലാണ് ഇവർ പരിശീലനം നേടിക്കൊണ്ടിരിക്കുന്നത്. മിഹാജോലോവിച്ച് വലിയ രീതിയിലാണ് അവളെ മോട്ടിവേറ്റ് ചെയ്തത്. ആദ്യത്തെ പാരച്യൂട്ട് ചാട്ടങ്ങളൊക്കെ തന്നെയും പരാജയമായപ്പോൾ അദ്ദേഹമാണ് അവൾക്ക് ആവശ്യമായിട്ടുള്ള ഉപദേശങ്ങൾ നൽകിയത്. അങ്ങനെ കുറേ അധികം നാൾ നീണ്ടുനിന്ന പരിശീലനത്തിനൊടുവിൽ അവൾക്ക് കൃത്യമായിട്ട് ലാൻഡിംഗ് ഏരിയയിൽ തന്നെ ലാൻഡ് ചെയ്യാൻ സാധ്യമായി. അതിനുശേഷമാണ് മിഹാജോലോവിച്ച് അവൾക്ക് ഒരു ഓഫർ കൂടി കൊടുക്കുന്നത്. ഇന്ന് നീ ചാടാൻ പോകുന്നത് 800 മീറ്റർ ഉയരത്തിൽ നിന്നാണ്. എല്ലാ സ്ത്രീകൾക്കും ആ ഒരു ഭാഗ്യം ലഭ്യമാകുന്നതല്ല. കാരണം പല സ്ത്രീകളും പരിശീലനത്തിൻ്റെ ഇടയിൽ വെച്ച് തന്നെ പരിശീലനങ്ങളൊക്കെ അവസാനിപ്പിക്കുന്നതാണ്. കൃത്യമായിട്ട് ലാൻഡിംഗ് ഏരിയയിൽ ലാൻഡ് ചെയ്യാൻ അവർക്ക് സാധ്യമാകാറില്ല. എന്നാൽ അതിനൊക്കെ ഒരു അപവാദമായിട്ട് കുറച്ച് സ്ത്രീകളെങ്കിലും മാറുന്നുണ്ട്. ആ സ്ത്രീകൾ ഒരാളാണ് നീ. അധിക സമയം കളയാതെ തന്നെ അവളെയും കൊണ്ട് അയാൾ യാക് ഹെലികോപ്റ്ററിൻ്റെ അരികിലേക്ക് പോയി. അവർ രണ്ടുപേരും ആ ഹെലികോപ്റ്ററിലേറി വളരെയധികം ഉയരത്തിലേക്ക് തന്നെ യാത്ര ചെയ്തു. ഏതാണ്ട് 800 മീറ്റർ ഉയരത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ടാകും. മുൻപ് അവൾ ചാടിയിട്ടുള്ള ഉയരങ്ങളിൽ നിന്നും ഏതാണ്ട് ഇരട്ടിയോളം ഉയരത്തിൽ നിന്നാണ് ഇത്തവണ അവൾ ചാടാൻ പോകുന്നത്. അവളുടെ ഹൃദയമിടിപ്പ് അതിതീവ്രമായിട്ട് തന്നെ വർദ്ധിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. എന്താണ് തനിക്ക് സംഭവിക്കാൻ പോകുന്നത് ഒന്നും തന്നെ ചിന്തിക്കാൻ പോലും സാധ്യമാകുന്നില്ല. പക്ഷേ അവളെ സമാധാനിപ്പിച്ചുകൊണ്ട് ഒരു അച്ഛനെ പോലെ മിഹാജോലോവിച്ച് അവളുടെ അരികിൽ തന്നെ ഉണ്ട്. ഭയപ്പെടാൻ ഒന്നും തന്നെയില്ല. ഇത്തവണ നീ ശ്രദ്ധിക്കേണ്ടത് കൗണ്ട് ഡൗണിൻ്റെ എണ്ണം കൂട്ടണം. സാധാരണഗതിയിൽ ഇവർ ചാടുമ്പോൾ ഇവർ എണ്ണമെടുക്കും. 1, 2, 3, 4 അങ്ങനെ ഒരു നിശ്ചിത കൗണ്ട് ഡൗൺ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് അവർ പാരച്യൂട്ട് പ്രവർത്തിപ്പിക്കുന്നത്. ഇത്തവണ ഉയരം വളരെയധികം കൂടുതലായതുകൊണ്ട് കുറച്ചുകൂടെ സമയം കഴിഞ്ഞതിന് ശേഷം മാത്രമേ പാരച്യൂട്ട് പ്രവർത്തിപ്പിക്കാവൂ. അതെല്ലാം ഒരു കൊച്ചുകുട്ടിയെപ്പോലെ കേട്ട് മനസ്സിലാക്കിയതിന് ശേഷം അവൾ അവിടെ നിന്നും താഴേക്ക് ചാടുകയാണ്. വളരെയധികം ഉയരത്തിൽ നിന്നുള്ള ഒരു ചാട്ടമായതുകൊണ്ട് തന്നെ ശക്തമായിട്ടുള്ള ഒരു ടർബുലൻസ് അല്ലെങ്കിൽ കാറ്റിൻ്റെ ഇടപെടലുകൾ അവൾക്ക് അനുഭവപ്പെടേണ്ടി വന്നു. അല്പനിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ അവൾ വിജയകരമായിട്ട് പാരച്യൂട്ട് പ്രവർത്തിപ്പിച്ചു. പക്ഷേ അവൾക്ക് കൃത്യമായിട്ട് ലാൻഡിംഗ് ഏരിയയിലേക്ക് പോകാൻ സാധ്യമാകുന്നില്ല. പാരച്യൂട്ടിൻ്റെ ഡയറക്ഷൻ മാറ്റാനായിട്ട് അവൾ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ കാറ്റ് അതിൻ്റെ എതിർ ദിശയിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കാറ്റിനെ മറികടക്കാൻ അവളുടെ സ്കില്ലിന് സാധ്യമാകുന്നില്ല. അങ്ങനെ ഒരു കനത്ത പരാജയത്തോടുകൂടി ലാൻഡിംഗ് ഏരിയയിൽ നിന്നും വളരെയധികം അകലെയായിട്ട് മാത്രം അവൾ ലാൻഡ് ചെയ്യുന്നു. അവൾക്ക് വലിയ നിരാശ തന്നെയാണ് തോന്നിയത്. ഞാനൊരു വലിയ പരാജയമായിട്ട് മാറിയിരിക്കുന്നു. എന്നിൽ വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് പരിശീലകൻ എനിക്ക് ഈ ഒരു അവസരം നൽകിയത്. അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഞാൻ എങ്ങനെയാണ് നോക്കുക? അദ്ദേഹം എന്നോട് ദേഷ്യപ്പെടുമായിരിക്കുമോ? എന്തുകൊണ്ടാണ് എനിക്ക് പരാജയം രുചിക്കേണ്ടി വന്നത്? അധികം സമയം കഴിയാതെ തന്നെ മിഹാജോലോവിച്ച് അവളുടെ അരികിലെത്തി. പക്ഷേ അവൾ പ്രതീക്ഷിച്ചതുപോലെ അല്ല അദ്ദേഹം പെരുമാറിയത്. അവളെ ആശ്വസിപ്പിക്കുകയാണ് ചെയ്തത്. ഇത് പരാജയമായാലും നീ ഭയപ്പെടേണ്ട ഒരു ആവശ്യവുമില്ല. ഇതിൻ്റെ തുടർ പരിശീലനങ്ങൾ ഇനിയും ഉണ്ടായിരിക്കുന്നതാണ്. അതിലൊക്കെ നിനക്ക് വിജയിക്കാൻ സാധിക്കുന്നതുമാണ്. വാലന്റീന, നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരം അനക്കാൻ സാധിക്കുന്നുണ്ടോ? കൈകൾ മുകളിലേക്കൊന്ന് ഉയർത്തി നോക്കിക്കേ. ഒരു ഞെട്ടലോടുകൂടി തന്നെയാണ് വാലന്റീന ടെറഷ്കോവ ഈ വാചകങ്ങൾ കേട്ടത്. അവളിപ്പോൾ ബേക്കനൂരിലെ സ്റ്റാർ സിറ്റിയിലാണ്. ഒരു കോസ്മനോട്ട് ധരിക്കേണ്ട സ്പേസ് സ്യൂട്ടുകളൊക്കെ തന്നെയും അവളിപ്പോൾ ധരിച്ചിട്ടുണ്ട്. അവളെ ആ വസ്ത്രം അണിയിച്ച സെക്യൂരിറ്റി ഓഫീസറാണ് കൈകൾ മുകളിലേക്ക് ഉയർത്താൻ പറഞ്ഞത്. അവൾ കൈകൾ മുകളിലേക്ക് ഉയർത്തി നോക്കി. ഒരു പ്രശ്നവുമില്ല. സാധാരണഗതിയിൽ കൈകൾ ഉയർത്തുന്നത് പോലൊന്നും ഉയർത്താൻ സാധിക്കുന്നില്ല. കൈകൾക്കും കാലുകൾക്കും ഒക്കെ ഇപ്പോൾ നല്ല ഭാരമുണ്ട്. അതിൻ്റെ കാരണം ഭാരമേറിയ ആ സ്പേസ് സ്യൂട്ട് തന്നെയാണ്. എങ്കിൽ പോലും അവൾക്ക് സുഖകരമായിട്ട് കൈകൾ ചലിപ്പിക്കാൻ സാധ്യമാകുന്നുണ്ട്. അതിനുശേഷം ആ സെക്യൂരിറ്റി ഓഫീസർ സ്പേസ് സ്യൂട്ട് ഹെൽമെറ്റുമായിട്ട് ഘടിപ്പിക്കുകയാണ് ഉണ്ടായത്. അത് രണ്ടും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു വയറുണ്ട്. ആ വയറിൻ്റെ സഹായത്താലാണ് ആ കണക്ഷൻ സാധ്യമാക്കിയത്. ഒരു കോസ്മനോട്ടിനെ സംബന്ധിച്ചിടത്തോളം അവർ യാത്ര ചെയ്യുന്നത് 2 സ്പേസ് ഷിപ്പിലാണ്. വാലന്റീന ഇപ്പോൾ സഞ്ചരിക്കാൻ പോകുന്ന വോസ്റ്റോക്ക് 6 ആണ് ഒരു സ്പേസ് ഷിപ്പ്.
രണ്ടാമത്തെ സ്പേസ് ഷിപ്പ് എന്ന് പറയുന്നത് അവർ ധരിച്ചിരിക്കുന്ന സ്പേസ് സ്യൂട്ട് തന്നെയാണ്. ആദ്യത്തെ സ്പേസ് ക്രാഫ്റ്റ് ആയിട്ടുള്ള വോസ്റ്റോക്ക് 6-ന് എന്തെങ്കിലും ഒരു തകരാർ സംഭവിക്കുകയാണെങ്കിൽ മിഷൻ അബോർട്ട് ചെയ്ത് അതിൽ നിന്നും ചാടി രക്ഷപ്പെടാൻ അവൾക്ക് സാധിക്കുന്നതാണ്. പക്ഷേ രണ്ടാമത്തെ സ്പേസ് ക്രാഫ്റ്റ് ആയിട്ടുള്ള സ്പേസ് സ്യൂട്ടിന് എന്തെങ്കിലും തകരാറ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവൾക്ക് മരണം സുനിശ്ചിതമാണ്. അവൾക്ക് അതിൽ ഒന്നും തന്നെ ചെയ്യാൻ സാധ്യമാകുന്നതല്ല. വാലന്റീന ചുമരിൽ സ്ഥാപിച്ചിരിക്കുന്ന ക്ലോക്കിലേക്ക് നോക്കി. ഇനി 1.5 മണിക്കൂറുകൾ മാത്രം. ഒരു അരമണിക്കൂറുടെ കഴിഞ്ഞാൽ താൻ ഇവിടെ നിന്നും യാത്ര തിരിക്കുന്നതാണ്. കോസ്മോനോട്ട് എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും എക്കാലത്തും ഓർമ്മ വരുന്ന ഒരു പേരുണ്ട്, യൂറി ഗഗാറിൻ. എന്നായിരുന്നു താൻ യൂറി ഗഗാറിൻ എന്ന പേര് ആദ്യമായിട്ട് കേട്ടത്? അവളുടെ ഓർമ്മകൾ 1-2 വർഷം പിന്നിലേക്ക് സഞ്ചരിച്ചു. 1961. അവൾ തൻ്റെ ഫാക്ടറിയിൽ സാധാരണഗതിയിലുള്ള ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു വലിയ ആരവത്തോടുകൂടി ഒരു കൂട്ടം ഫാക്ടറി ജീവനക്കാർ ആ പ്രദേശത്തേക്ക് ഓടിയെത്തി. അവരെല്ലാം ആനന്ദത്താൽ നൃത്തം വയ്ക്കുന്നുണ്ടായിരുന്നു. ചിലരുടെ കണ്ണുകളൊക്കെ ഈറനണിയുന്നുണ്ടായിരുന്നു. എല്ലാവരും ഉറക്കെ അഭിമാനത്തോടു കൂടി തന്നെ ഒരു പേര് പറയുന്നത് അവർക്ക് വ്യക്തമായിട്ട് കേൾക്കാമായിരുന്നു. യൂറി ഗഗാറിൻ്റെ പേരായിരുന്നു. എന്തിനാണ് ഇവരെല്ലാം നൃത്തം വയ്ക്കുന്നത്? യൂറി ഗഗാറിൻ, അയാൾ ആരാണ്? അയാൾക്ക് എന്താണ് സംഭവിച്ചത്? സോവിയറ്റ് യൂണിയൻ്റെ അഭിമാനം എങ്ങനെയാണ് അയാൾ വാനോളം ഉയർത്തിയത്? അവൾക്ക് അതിൽ വ്യക്തതയൊന്നും ഉണ്ടായിരുന്നില്ല. ഇതിലൊരു വ്യക്തത ലഭ്യമാക്കാനായിട്ട് അവൾ നേരെ ഓടിപ്പോകുന്നത് ഫാക്ടറിയിലെ കമ്മ്യൂണിസ്റ്റ് കമ്മിറ്റി സെക്രട്ടറിയുടെ ഓഫീസിലേക്കാണ്. അവിടെ പതിവിലും അധികം ആളുകളുണ്ട്. എല്ലാവരും വലിയ ആഘോഷത്തിൽ തന്നെയാണ്. അവരുടെ എല്ലാം നടുവിലായിട്ട് ഒരു പടുകൂറ്റൻ റേഡിയോയുമുണ്ട്. ആ റേഡിയോ കമൻട്രിയിലൂടെ ഒരു പേര് ഇടയ്ക്കിടയ്ക്ക് ഉയർന്നു വരികയാണ്. അത് യൂറി ഗഗാറിൻ്റെ പേരാണ്. ആദ്യമായിട്ട് ബഹിരാകാശത്തൂടെ സഞ്ചരിച്ച മനുഷ്യനായിട്ട് യൂറി ഗഗാറിൻ മാറിയിരിക്കുകയാണ്. അമേരിക്കയെ മുട്ടുകുത്തിക്കാൻ സോവിയറ്റ് യൂണിയന് സാധ്യമായിരിക്കുന്നു. അതിൻ്റെ ആഘോഷത്തിലാണ് അവിടെ കൂടി നിൽക്കുന്ന ആളുകൾ. അതിൽ പലരും കരയുന്നുണ്ട്. അവരുടെ കണ്ണുകൾ നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്നുണ്ട്. അവൾക്കും അതിയായ അഭിമാനമാണ് തോന്നിയത്. അമേരിക്കയെ തോൽപ്പിക്കുന്ന ഓരോ മിഷനുകളും സോവിയറ്റ് യൂണിയൻ ജനതയ്ക്ക് വലിയ ആവേശം തന്നെയാണ്. യൂറി ഗഗാറിൻ എന്ന പേര് കേൾക്കുമ്പോൾ അവൾക്ക് അഭിമാനവും അതിനോടൊപ്പം തന്നെ അസൂയയും തോന്നുകയാണ്. അദ്ദേഹത്തെ പോലെ എൻ്റെ പേരും ഉയർന്നു കേൾക്കാൻ സാധ്യമാകുമോ? എനിക്കും അത്തരത്തിൽ യാത്ര ചെയ്യാൻ സാധിക്കുന്നതാണോ? അപ്പോൾ മാത്രമാണ് അവളുടെ ചിന്തകളിൽ കോസ്മോനോട്ട് ആവുക എന്നുള്ള ഒരു ചിന്ത ഉടലെടുക്കുന്നത്. പക്ഷേ സോവിയറ്റ് യൂണിയൻ ഒരു സ്ത്രീയെ ബഹിരാകാശത്തേക്ക് അയക്കുമോ? ഒരു സ്ത്രീക്ക് ബഹിരാകാശം സന്ദർശിക്കാൻ സാധ്യമാകുമോ? സ്ത്രീകൾ സ്വാഭാവികമായിട്ടും ദുർബലരായിട്ടുള്ള ആളുകളാണല്ലോ. ഇത്തരത്തിലുള്ള നെഗറ്റീവ് ചിന്തകളും ആ സമയത്ത് തന്നെ അവളുടെ മനസ്സിലൂടെ കടന്നു പോവുകയുണ്ടായി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മറ്റൊരു സന്തോഷ വാർത്ത കൂടി സോവിയറ്റ് യൂണിയനിലെ ജനതയ്ക്ക് കേൾക്കാൻ സാധ്യമായി. അത് ജർമ്മൻ ടിറ്റോയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വാർത്ത തന്നെ ആയിരുന്നു. ജർമ്മൻ ടിറ്റോ വിജയകരമായിട്ട് ബഹിരാകാശത്തേക്ക് പോയിരിക്കുന്നു. ഭൂമിയെ 18 തവണയാണ് ജർമ്മൻ ടിറ്റോ വലം വെച്ചത്. സോവിയറ്റ് യൂണിയൻ്റെ എല്ലാ മിഷനുകളും വലിയ വിജയമായി മാറുന്നു. രാജ്യം മുഴുവനും ഇപ്പോൾ സോവിയറ്റ് യൂണിയനെയാണ് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി എന്ത് എന്നാണ് ആളുകൾ ചോദിക്കുന്നത്. സോവിയറ്റ് യൂണിയനിലെ ഒഫീഷ്യലുകളും ആ ചോദ്യം ആവർത്തിക്കുന്നുണ്ട്. ഇനി എന്താണ് നമുക്ക് ചെയ്യാൻ സാധ്യമാകുന്നത്? ഒരു സ്ത്രീയെ ബഹിരാകാശത്തേക്ക് അയക്കാൻ സാധ്യമായാലോ? അത് മികച്ച ഒരു ആശയമായിട്ട് സോവിയറ്റ് യൂണിയനിലെ ഒഫീഷ്യലുകൾക്ക് തോന്നി. അതിനെ തുടർന്ന് ഒരു പത്രപരസ്യം തന്നെ ഇറക്കുകയുണ്ടായി. ധീരകളായിട്ടുള്ള യുവതികൾക്ക്, റഷ്യൻ യുവതികൾക്ക് കോസ്മോനോട്ട് ആകാനുള്ള ഒരു അവസരം. അടുത്തതായി നമ്മൾ ബഹിരാകാശത്തേക്ക് അയക്കാൻ പോകുന്നത് ഒരു യുവതിയെയാണ്. ആദ്യമായിട്ട് ഒരു യുവതി ബഹിരാകാശ യാത്രികയാകാൻ പോവുകയാണ്. ഈ വാർത്ത വാലന്റീനയിലും എത്തിച്ചേരുന്നുണ്ട്. കുറച്ചു മാസങ്ങൾക്ക് മുൻപ് അവളുടെ ഉള്ളിൽ ഉടലെടുത്ത സ്വപ്നം അത് യാഥാർത്ഥ്യമാകാൻ പോകുന്നു. അതിൻ്റെ ഒരു സാധ്യത തെളിഞ്ഞു വന്നിരിക്കുകയാണ്. ഒട്ടും തന്നെ മടിച്ചിരുന്നില്ല. അവൾ ഒരു ആപ്ലിക്കേഷൻ എഴുതി അയക്കുകയുണ്ടായി. അധിക ദിവസം കഴിയുന്നതിന് മുൻപ് തന്നെ അവൾക്കൊരു കത്ത് ലഭ്യമായി. കത്തിൽ ഒരു പ്രത്യേക ദിവസം പ്രത്യേകമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ദിവസം മോസ്കോയിൽ എത്തിച്ചേരുക, നിങ്ങൾക്ക് ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരുപാട് സ്ത്രീകൾ ഈ ഒരു ആപ്ലിക്കേഷൻ അയച്ചിട്ടുണ്ടായിരിക്കണം. പക്ഷേ കുറച്ചു പേരെ മാത്രമാണ് ഇൻ്റർവ്യൂവിന് ക്ഷണിച്ചിരിക്കുന്നത്. അതിൽ വാലന്റീനയുടെ പേര് വരാനുള്ള കാരണം എന്താണ്? അതിൻ്റെ കാരണം എയ്റോ ക്ലബിലെ അംഗത്വം തന്നെയാണ്. ഒരു പാരച്യൂട്ടർ എന്ന സ്ഥാനവും കൂടിയാണ്. പാരച്യൂട്ടർ ആകുമ്പോൾ ബഹിരാകാശ യാത്ര ചെയ്യാൻ കുറെ കൂടി എളുപ്പമായിരിക്കുമെന്ന് ഒഫീഷ്യലുകൾക്ക് തോന്നി. അതുകൊണ്ട് ഇപ്പോൾ തിരഞ്ഞെടുത്തിരിക്കുന്നതിൽ മിക്ക ആളുകളും പാരച്യൂട്ടേഴ്സ് തന്നെയാണ്. അവൾ വളരെയധികം പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ആ ഇൻ്റർവ്യൂ പോയി അറ്റൻഡ് ചെയ്യുന്നത്. അതിൽ കൃത്യമായിട്ട് മറുപടി നൽകാനായിട്ട് അവൾക്ക് സാധ്യമാകുന്നുമുണ്ട്. കുറച്ച് ദിവസങ്ങൾ പിന്നെയും കടന്നുപോയി. അവൾക്ക് വീണ്ടും ഒരു കത്ത് ലഭ്യമായി.
പരിശീലനത്തിന് തയ്യാറായിക്കൊള്ളുക. ഇത്തവണ എത്തിച്ചേരേണ്ടത് മോസ്കോയിലല്ല, സ്റ്റാർ സിറ്റിയായ ബേക്കനൂരിലേക്കാണ്. അങ്ങനെ ട്രെയിനിലേറി അവൾ ബേക്കനൂരിലേക്ക് യാത്ര തിരിക്കുകയാണ്. അവൾക്ക് വിശ്വസിക്കാൻ പോലും സാധ്യമാകുന്നില്ല. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് അവൾ ഒരു സ്വപ്നം പോലെ കണ്ടത് ഇപ്പോൾ യാഥാർത്ഥ്യമാകാൻ പോകുന്നു. പക്ഷേ തന്നോടൊപ്പം തന്നെ ഒരു 10-20 പേരെയെങ്കിലും തിരഞ്ഞെടുത്തിട്ടുണ്ടായിരിക്കും. ആ 20 പേരിൽ ഒരാളായിട്ട് മാറാൻ അവൾക്ക് സാധ്യമാകുമോ? നിലവിലുള്ള വിവരങ്ങളനുസരിച്ച് ഒരു സ്ത്രീക്ക് മാത്രമാണ് ബഹിരാകാശ യാത്രികയാകാൻ സാധ്യമാകുന്നത്. ഈ ചിന്തകളുമായിട്ട് അവൾ ബേക്കനൂർ നഗരത്തിൽ വന്ന് ഇറങ്ങുകയാണ്. അവളുടെ പ്രതീക്ഷ ശരിയായിരുന്നു. ഏതാണ്ട് 20ഓളം സ്ത്രീകളെയാണ് ആദ്യഘട്ടത്തിൽ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ബേക്കനൂരിലെ ആ വലിയ കെട്ടിടത്തിൻ്റെ മുൻപിൽ ആ 20 പേരും വന്നു നിൽക്കുകയാണ്. അവരുടെ അരികിലേക്ക് ഒരു പട്ടാള ഓഫീസർ എത്തിച്ചേരുന്നുണ്ട്. നിങ്ങളെല്ലാം പരിശീലനത്തിന് എത്തിച്ചേർന്നിട്ടുള്ള സ്ത്രീകളാണെന്ന് എനിക്ക് മനസ്സിലായി. എല്ലാവർക്കും ബേക്കനൂരിലേക്ക് സ്വാഗതം. നമ്മൾ കുറേയധികം ഒഫീഷ്യലുകളെ, കുറേയധികം സെലിബ്രിറ്റികളെ പരിചയപ്പെടാൻ പോവുകയാണ്. നിങ്ങൾക്ക് എൻ്റെ ഒപ്പം വരാം. ഇത്രയും പറഞ്ഞുകൊണ്ട് അയാൾ ആ സ്റ്റാർ സിറ്റിയിലെ വലിയ കെട്ടിടത്തിൻ്റെ ഉള്ളിലേക്ക് നടന്നു പോവുകയാണ്. അയാൾക്ക് പിന്നാലെ ആ 20ഓളം വരുന്ന സ്ത്രീകളും നടന്നു പോകുന്നുണ്ട്. അവരെല്ലാവരും എത്തിച്ചേർന്നത് അതിവിശാലമായിട്ടുള്ള ഒരു ഓഫീസ് മുറിയിലേക്കാണ്. അവിടെ ഒരുപാട് പട്ടാളക്കാരുണ്ടായിരുന്നു. ആ പട്ടാളക്കാരുടെ ഇടയിൽ നിന്നും ജർമ്മൻ ടിറ്റോയെ പ്രത്യേകമായിട്ട് എല്ലാവർക്കും തിരിച്ചറിയാൻ സാധ്യമായി. കാരണം സോവിയറ്റ് യൂണിയനിലെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ അട്രാക്ഷനാണ് യൂറി ഗഗാറിനും ജർമ്മൻ ടിറ്റോയും. യൂറി ഗഗാറിൻ അപ്പോൾ അവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷേ അല്പസമയം കഴിഞ്ഞപ്പോൾ യൂറി ഗഗാറിനും അവിടെ എത്തിച്ചേർന്നു. ജർമ്മൻ ടിറ്റോയും യൂറി ഗഗാറിനുമൊക്കെ അവരോട് സംസാരിക്കുന്നുണ്ട്. അവർക്ക് അത് വലിയ മോട്ടിവേഷൻ തന്നെയായിരുന്നു. ഞങ്ങളിൽ ഒരാളായിട്ട് മാറാൻ നിങ്ങൾക്കും സാധിക്കുന്നതാണ്. പക്ഷേ അതികഠിനമായിട്ടുള്ള പരിശീലനങ്ങൾക്ക് വിധേയരാകേണ്ടതായിട്ടുണ്ട്. 3-4 ദിവസങ്ങൾ കൊണ്ട് തന്നെ വാലന്റീനയ്ക്ക് യൂറി ഗഗാറിൻ്റെയും ജർമ്മൻ ടിറ്റോയുടെയും അടുത്ത സുഹൃത്തായിട്ട് മാറാൻ സാധ്യമായി. ഇവരൊക്കെ തന്നെയും ഒരു സെലിബ്രിറ്റി ആണെങ്കിൽ പോലും വളരെ സിമ്പിളായിട്ടുള്ള മനുഷ്യർ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് വളരെ വേഗതയിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് വളർത്തിയെടുക്കാൻ സാധ്യമായത്. സോവിയറ്റ് യൂണിയനിലെ ഒരു വനിതയായി മാറിയതിൽ അവൾക്ക് അതിയായ അഭിമാനമാണ് ഈ സമയങ്ങളിലൊക്കെ തോന്നുന്നത്. കാരണം പുരുഷന്മാർ തങ്ങളിൽ ഒരാളായിട്ടാണ് സ്ത്രീകളെ കാണുന്നത്. എത്ര രാജ്യത്ത് ഈ ഒരു സൗഭാഗ്യം ലഭ്യമാകുന്നതാണ്. തങ്ങളോടൊപ്പം തന്നെ സ്ത്രീകളെയും ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് അവർ പരിശ്രമിക്കുന്നതാണ്. പിന്നീടുള്ള ദിവസങ്ങളിൽ അതികഠിനമായിട്ടുള്ള പരിശീലനങ്ങളിലാണ് ഇവർക്ക് ഏർപ്പെടേണ്ടി വരുന്നത്. കാരണം ഒരു കോസ്മോനോട്ട് ആകുന്നത് അത്ര എളുപ്പമുള്ള ഒരു ദൗത്യമൊന്നുമല്ല. ഗ്രാവിറ്റിക്കെതിരെ അവരുടെ ശരീരം സഞ്ചരിക്കുന്നതാണ്. ആ സമയത്ത് ശരീരം പല കഷ്ണങ്ങളായിട്ട് നുറുങ്ങിപ്പോകുന്ന ഒരു അവസ്ഥയായിരിക്കും അവർക്ക് അനുഭവപ്പെടേണ്ടി വരിക. പല സന്ദർഭങ്ങളിലും അവരുടെ ശരീരം കീഴ്മേൽ മറിയുന്നതാണ്. ആ സമയത്ത് തല കറങ്ങി വീഴാനോ അല്ലെങ്കിൽ ബോധക്ഷയം ഉണ്ടാകാനോ പാടില്ല. ഛർദ്ദിക്കാനും പാടില്ല. കാരണം അങ്ങനെ ഛർദ്ദിക്കുകയാണെങ്കിൽ അവർ യാത്ര ചെയ്യുന്ന സ്പേസ് ക്രാഫ്റ്റിലെ കമ്പോണൻസ് ചീത്തയാകാനുള്ള ഒരു വലിയ സാധ്യതയുണ്ട്. അങ്ങനെ ഛർദ്ദിക്കുന്ന ആളുകളെ ഈ പരിശീലനത്തിൽ നിന്നും ഒഴിവാക്കുന്നതുമാണ്. പല സ്ത്രീകൾക്കും ആ പരിശീലന മുറകളെ അതിജീവിക്കാൻ സാധ്യമായില്ല. സ്ത്രീകളാണെന്നുള്ള ഒരു പരിഗണനയും ഈ പരിശീലന സമയത്തൊന്നും അവർക്ക് ലഭ്യമാകുന്നതല്ല. പുരുഷന്മാർ ചെയ്യുന്ന അതേ കാര്യങ്ങൾ അതേ തീവ്രതയോടുകൂടി തന്നെയാണ് ഈ പരിശീലന ഘട്ടങ്ങൾ അവർക്ക് അനുഭവിക്കേണ്ടി വരിക. സാധാരണഗതിയിലുള്ള പരിശീലനത്തെക്കാൾ തീവ്രതയുണ്ട് ഈ പരിശീലനത്തിന്. കാരണം മുമ്പ് യാത്ര ചെയ്ത യൂറി ഗഗാറിനേക്കാളും ജർമ്മൻ ടിറ്റോയേക്കാളും കൂടുതൽ നേരം ഇവർ സ്പേസിലൂടെ യാത്ര ചെയ്യേണ്ടതായിട്ടുണ്ട്. ഏതാണ്ട് 3 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന യാത്ര. ആ യാത്രക്കിടയിൽ 48 തവണയായിരിക്കും ഇവർ ഭൂമിക്ക് ചുറ്റും വലം വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിതീവ്രമായിട്ടുള്ള പരിശീലനമാണ് ഇത്തവണ ഇവർക്ക് അനുഭവിക്കേണ്ടി വന്നത്. പരിശീലനത്തിന് ഇടയിലുള്ള സന്ദർഭങ്ങൾ വോസ്റ്റോക്ക് 6ൻ്റെ നിർമ്മാണ പുരയിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ വർക്ക്ഷോപ്പിലേക്ക് ഇവർക്ക് സന്ദർശിക്കാനുള്ള ഒരു ഭാഗ്യം ലഭ്യമാകുന്നുണ്ട്. അവിടെ തങ്ങളെ കാത്തു നിൽക്കുന്ന വോസ്റ്റോക്ക് 6നെ അവർ നിരീക്ഷിച്ചു. ആ പൈടകത്തിൽ ഏറിയിട്ട് വേണം തങ്ങൾക്ക് സ്പേസിലേക്ക് പോകാൻ. അത് കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താനായിട്ട് ഒരുപാട് എഞ്ചിനീയർമാരും വർക്ക്ഷോപ്പ് ജീവനക്കാരും ഒക്കെ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഒരുവനായിട്ട് സാക്ഷാൽ സെർജി കൊറോലോവിനെ അവർക്കവിടെ കാണാൻ സാധ്യമായി. സ്പേസ് മിഷനുകളിൽ സോവിയറ്റ് യൂണിയൻ നിരന്തരമായിട്ട് നേടിക്കൊണ്ടിരിക്കുന്ന നേട്ടങ്ങൾ, ആ നേട്ടങ്ങളുടെയൊക്കെ ഒരു മികച്ച കാരണക്കാരൻ അത് സെർജി കൊറോലോവാണ്. ഈ കാലഘട്ടത്തിൽ നമ്മൾ കൊറോലോവിനെ കുറിച്ച് അധികം കേട്ടിട്ടുണ്ടായിരിക്കുകയില്ല. പക്ഷേ ആ കാലഘട്ടത്തിൽ ജർമ്മൻ ടിറ്റോയോടൊപ്പം തന്നെ യൂറി ഗഗാറിനോടൊപ്പം തന്നെ കേട്ടിരുന്ന ഒരു പേരാണ് സെർജി കൊറോലോവ്. കൊറോലോവാണ് ഈ മിഷൻ ഡയറക്ടർ. അദ്ദേഹത്തിൻ്റെ ബുദ്ധി അനുസരിച്ചിട്ടാണ് ഈ മിഷനുകളൊക്കെ തന്നെ പ്രവർത്തിക്കുന്നത്. പരിശീലനത്തിൻ്റെ ഓരോ ഘട്ടങ്ങളും കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഘട്ടങ്ങൾ കഴിയുന്നതനുസരിച്ച് പരിശീലനത്തിൻ്റെ തീവ്രത വർദ്ധിക്കുന്നുമുണ്ട്. ഏറ്റവും ഒടുവിലത്തെ പരിശീലനം
അത് ഒരു പൈലറ്റ് ആകാനുള്ള പരിശീലനമാണ്. ഒരു കോസ്മോനോട്ട് അല്ലെങ്കിൽ ഒരു ആസ്ട്രോനോട്ട് ആകണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു പൈലറ്റ് ആകാൻ സാധ്യമാകണം. കാരണം ഒരു പൈലറ്റിന് ചെയ്യേണ്ടതായിട്ടുള്ള ഒരുപാട് ദൗത്യങ്ങൾ ഈ മിഷനുകളിലൊക്കെ തന്നെയും ഉണ്ടായിരിക്കുന്നതാണ്. പൈലറ്റ് ആവുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു ദൗത്യമൊന്നുമല്ല. വളരെയധികം പ്രയാസമായിരുന്നു വാലന്റീനയ്ക്ക് കൃത്യമായിട്ട് ആ വിമാനത്തിലെ നോബുകൾ പ്രവർത്തിപ്പിക്കാൻ സാധ്യമാകുന്നില്ല. അവളുടെ പരിശീലകൻ അവളെ വളരെയധികം മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. അവൾ ആവർത്തിക്കുന്ന തെറ്റുകളൊക്കെ തിരുത്തി കൊടുക്കാനായിട്ട് അദ്ദേഹം പരമാവധി പരിശ്രമിക്കുന്നുമുണ്ട്. പക്ഷേ നിരന്തരമായിട്ടുള്ള പരാജയങ്ങൾ കാരണം അവൾ ആകെ തകർന്നിട്ടുണ്ടായിരുന്നു. ഒടുവിൽ തൻ്റെ പരിശീലകനോട് തന്നെ പറഞ്ഞു, ഞാൻ മടുത്തിരിക്കുന്നു, എന്നെക്കൊണ്ടിത് സാധിക്കുമെന്ന് തോന്നുന്നില്ല. എത്ര തവണയാണ് ഞാൻ പരാജയപ്പെടുന്നത്? താങ്കൾ വീണ്ടും വീണ്ടും ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ആ നോബല്ല ഈ നോബാണ് ഈ സന്ദർഭത്തിൽ ഉപയോഗിക്കേണ്ടതെന്ന്. അത് എത്രമാത്രം തിരിക്കണമെന്നും ആ സമയത്ത് ഏതൊക്കെ ബട്ടണുകളാണ് പ്രവർത്തിപ്പിക്കേണ്ടതെന്നും ഏത് മെഷർമെൻറ്റുകളാണ് എടുക്കേണ്ടതെന്നൊന്നും എനിക്ക് മനസ്സിലാക്കാൻ സാധ്യമാകുന്നില്ല. പരിശീലകൻ സമാധാനത്തോടു കൂടി തന്നെ അവളെ ആശ്വസിപ്പിച്ചു. നീ ഒരു വിജയത്തിൻ്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. ഒരു സ്ത്രീക്കും സാധ്യമാകാത്ത ഒരു വാതിൽ തുറക്കാൻ പോവുകയാണ്. ആ വാതിലൂടെ കടന്നു പോകാൻ സാധിക്കുന്ന ഒരേ ഒരു സ്ത്രീ നീയാകാനാണ് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്. അതിൻ്റെ അവസാന ഘട്ടത്തിൽ തന്നെ പരാജയം സമ്മതിച്ച് പിന്മാറുന്നത് നിൻ്റെ ജീവിതത്തിൽ തന്നെ ഏറ്റവും മോശപ്പെട്ട ഒരു നിമിഷമായിരിക്കും സമ്മാനിക്കുക. പരാജയങ്ങളെന്ന് പറയുന്നത് വിജയത്തിൻ്റെ ചവിട്ടുപടിയാണ്. ഓരോ തവണ നീ പരാജയപ്പെടുമ്പോഴും നിന്നെ കാത്ത് ഒരു വിജയം മുൻപിൽ നിൽപ്പുണ്ടായിരിക്കും. അതിൻ്റെ വളരെ അരികിൽ വരെ നീ എത്തിച്ചേർന്നിരിക്കുന്നു. ഇനി അല്പം കൂടി മുന്നോട്ട് സഞ്ചരിച്ചാൽ മാത്രം മതി. ആ പരിശീലകൻ്റെ വാക്കുകൾ അവളെ വലിയ രീതിയിൽ തന്നെ മോട്ടിവേറ്റ് ചെയ്തു. വീണ്ടും പരാജയങ്ങൾ ഉണ്ടായി. പക്ഷേ അങ്ങനെ പരാജയപ്പെട്ട് ഒടുവിൽ വിമാനത്തിലെ പല ബട്ടണുകളും സ്വിച്ചുകളും നോബുകളും ഒക്കെ അവൾക്ക് കളിപ്പാട്ട സമാനമായിട്ട് മാറി. ഒടുവിലത്തെ ലിസ്റ്റ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. 4 പേർ മാത്രമാണ് ഒടുവിലത്തെ ലിസ്റ്റിൽ വരിക. 4 പേരിൽ 1ാമത് 2ാമത് 3ാമത് 4ാമത് എന്നിങ്ങനെ സ്ഥാനങ്ങളുണ്ട്. 1ാമത്തെ ആൾക്കാണ് ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരിയാകാനുള്ള സാധ്യതയുള്ളത്. വാലന്റീനയുടെ പേരാണ് അതിൽ ആദ്യം എഴുതി വച്ചിരിക്കുന്നത്. കാരണം അവളായിരുന്നു ഏറ്റവും മികച്ച പൈലറ്റ്. അവളാണ് പരിശീലന ഘട്ടത്തിലൊക്കെ ഏറ്റവും മികച്ച രീതിയിൽ പെർഫോം ചെയ്തിരിക്കുന്നത്. തനിക്ക് ലഭ്യമായിരിക്കുന്ന ഈ സൗഭാഗ്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് തന്നെയാണ് സ്റ്റാർ സിറ്റിയുടെ ഉള്ളിൽ നിന്നും അവൾ വെളിയിലേക്ക് ഇറങ്ങുന്നത്. സ്പേസ് സ്യൂട്ടുകൾ ധരിപ്പിച്ചിട്ടുണ്ട്. അവളോടൊപ്പം അവളുടെ ബാക്കപ്പ് ആയിട്ടുള്ള കോസ്മോനോട്ടുമുണ്ട്. അവർ രണ്ടുപേരെയും കാത്ത് ഒരു വലിയ വാൻ അവിടെ നിലയുറപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവർ ആ വാനിലേക്ക് പ്രവേശിച്ചു. അവിടെ ആ വാനിൻ്റെ ഉള്ളിൽ തന്നെ അവരെയും കാത്ത് ചില ഡോക്ടർമാരുണ്ടായിരുന്നു, ചില സെക്യൂരിറ്റി ഓഫീസർമാരുണ്ടായിരുന്നു. വാൻ കോസ്മോഡ്രോം ലക്ഷ്യമാക്കി യാത്ര തിരിക്കുകയാണ്. കുറച്ചു നേരം ആ യാത്ര തുടരേണ്ടതായിട്ടുണ്ട്. എങ്കിൽ മാത്രമേ കോസ്മോഡ്രോമിൽ എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. ഈ സന്ദർഭത്തിലൊക്കെ തന്നെയും ഡോക്ടർമാർ വാലന്റീനയെ പരിശോധിക്കുന്നുണ്ട്. എന്നിട്ടും വൈകാതെ തന്നെ അവർ കോസ്മോഡ്രോമിൽ എത്തിച്ചേരുകയാണ്. കോസ്മോഡ്രോമിൽ എത്തിയപ്പോൾ തന്നെ അവൾക്ക് അതിഭീകരമായിട്ടുള്ള ആ പേടകത്തെ വോസ്റ്റോക്ക് 6 കാണാൻ സാധ്യമായി. അവിടെ നിരവധി ആളുകളുണ്ടായിരുന്നു. ഒരുപാട് മാധ്യമ പ്രവർത്തകരുണ്ടായിരുന്നു, സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുണ്ടായിരുന്നു, സോവിയറ്റ് യൂണിയൻ്റെ ഓഫീഷ്യൽസ് ഉണ്ടായിരുന്നു. അവൾ വാനിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി വോസ്റ്റോക്കിന് നേരെ സഞ്ചരിക്കുകയാണ്. പക്ഷേ അവളുടെ ബാക്കപ്പ് വെളിയിലേക്ക് ഇറങ്ങിയിട്ടില്ല. ബാക്കപ്പ് കോസ്മോനോട്ട് ഇപ്പോഴും ആ വാൻ്റെ ഉള്ളിൽ തന്നെയാണ്. കാരണം വാലന്റീന ഇപ്പോൾ പൂർണ്ണ ആരോഗ്യവതിയായിട്ടുള്ള ഒരു സ്ത്രീ തന്നെയാണ്. അവളുടെ ഹേർട്ട് ബീറ്റിലോ പൾസിലോ ഒരു രീതിയിലുള്ള വേരിയേഷനുമില്ല. വോസ്റ്റോക്ക് 6 അരികിലായിട്ട് 1-2 ഒഫീഷ്യലുകൾ ഉണ്ടായിരുന്നു. ആ ഒഫീഷ്യലുകൾക്ക് ഹസ്തദാനം നൽകിക്കൊണ്ട് അവൾ വോസ്റ്റോക്ക് 6 എന്ന പേടകത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. ഉള്ളിൽ പ്രവേശിച്ചപ്പോൾ ആദ്യം അവൾക്ക് ചെയ്യേണ്ടിയിരുന്ന ഒരു ദൗത്യം അവളുടെ സ്പേസ് സ്യൂട്ടിനെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റവുമായിട്ട് ഘടിപ്പിക്കുക എന്നതാണ്. ആ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന മിഷൻ കൺട്രോൾ സ്റ്റേഷനുമായിട്ട് ഘടിപ്പിച്ചിട്ടുണ്ട്. അതിലൂടെ അവിടെ പ്രവർത്തിക്കുന്ന ആളുകളുമായിട്ട് ഒഫീഷ്യലുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അവൾക്ക് സാധ്യമാകുന്നതാണ്. അവൾ പ്രവേശിച്ച ഉടൻ തന്നെ വെളിയിൽ നിന്നും ഹാച്ച് അടയ്ക്കുകയാണ് ഉണ്ടായത്. അത് ബോൾട്ട് ഉപയോഗിച്ചിട്ട് കൃത്യമായിട്ട് മുറുക്കുകയും ചെയ്യുന്നുണ്ട്. ടൈക്ക നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ആ വിളി കേട്ടപ്പോൾ അക്ഷരാർത്ഥത്തിൽ തന്നെ വാലന്റീന ഞെട്ടിപ്പോയി. തൻ്റെ തൊട്ടരികിൽ തന്നെ യൂറി ഗഗാറിൻ ഇരിക്കുന്നതായിട്ടാണ് അവൾക്ക് തോന്നിയത്. അവൾ ചുറ്റുപാടും ഒന്ന് പരിശോധിച്ചു. ഇല്ല, ഈ പേടകത്തിൻ്റെ ഉള്ളിൽ ഞാൻ മാത്രമേ ഉള്ളൂ. പിന്നെ എവിടെ നിന്നാണ് ആ ശബ്ദം ഞാൻ കേട്ടത്? തീർച്ചയായിട്ടും അത് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ നിന്ന് കേട്ടതാണ്. യൂറി ഗഗാറിൻ ഇപ്പോൾ മിഷൻ കൺട്രോൾ റൂമിലാണ്. നിങ്ങൾ എന്താണ് ഇപ്പോൾ ചിന്തിക്കുന്നതെന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം. കാരണം ഈ ഒരു സന്ദർഭത്തിലൂടെ ഞാൻ കടന്നു പോയതാണ്.
പക്ഷേ ഭയപ്പെടേണ്ട ഒരു കാര്യവുമില്ല. ഇപ്പോൾ നിങ്ങൾ ഈ ഭയപ്പെടുന്നതൊക്കെ വെറുതെ ആണെന്ന് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ ബോധ്യമാകുന്നതാണ്. കാരണം ഏറ്റവും പ്രയാസമുള്ള ഘട്ടമെന്ന് പറയുന്നത് പേടകം പുറപ്പെടുന്നതിന് തൊട്ട് മുമ്പുള്ള ഈ നിമിഷങ്ങളാണ്. ആ നിമിഷങ്ങളിലെ നമ്മുടെ ചിന്തകൾ മാത്രമാണ്. പക്ഷേ ഇത് പറയുമ്പോൾ യൂറി ഗഗാറിന് വ്യക്തമായിട്ട് തന്നെ അറിയാമായിരുന്നു താൻ പറയുന്നത് ഒരു കളവാണെന്ന്. അവളുടെ ഭയം ഇല്ലാതെയാക്കാൻ വേണ്ടിയുള്ള ചില വാചകങ്ങൾ മാത്രമായിരുന്നു. കാരണം ഏറ്റവും പ്രയാസമേറിയ ഘട്ടങ്ങൾ ഇനി വരാൻ പോകുന്നേ ഉള്ളൂ. പരാജയമാകാനുള്ള ഒരു വലിയ സാധ്യതയുണ്ട്. അങ്ങനെ പരാജയമായി കഴിഞ്ഞാൽ ഒരുപക്ഷേ വാലന്റീനെ പിന്നെ ഭൂലോകം കാണുന്നതല്ല, അവൾ വെറും കരിക്കട്ടയായിട്ട് അവശേഷിക്കുന്നതാണ്. ആ ഭയം ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് തന്നെയാണ് അവളെ സമാധാനിപ്പിക്കാനായിട്ട് യൂറി ഗഗാറിൻ ശ്രമിക്കുന്നത്. യൂറി ഗഗാറിനോടൊപ്പം തന്നെ സെർജിയോ കൊറോലോവും അവരോട് സംസാരിക്കുന്നുണ്ട്. നീ ഭയപ്പെടേണ്ട ഒരാവശ്യവുമില്ല, നീ ഒറ്റയ്ക്കാണ് യാത്ര ചെയ്യുന്നതെങ്കിലും നിൻ്റെ ഒപ്പം തന്നെ ശബ്ദത്തിൻ്റെ രൂപത്തിൽ ഒരുപാട് ഒഫീഷ്യലുകളുണ്ട്. ഈ കൺട്രോൾ സ്റ്റേഷനിലുള്ള എല്ലാ ആളുകളുമുണ്ട്. നിൻ്റെ ഹൃദയമിടിപ്പും നിൻ്റെ പൾസും ഒക്കെ തന്നെയും ഇവിടെ ഡോക്ടർമാർ പരിശോധിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ഓരോ ഘട്ടത്തിലും നിനക്ക് ആവശ്യമായിട്ടുള്ള ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഇവിടെയുള്ള പ്രഗത്ഭരായിട്ടുള്ള ഒഫീഷ്യലുകൾ നൽകിക്കൊണ്ടിരിക്കുന്നതുമാണ്. വാലന്റീന വോസ്റ്റോക്ക് 6നെ ശരിക്കും ഒന്ന് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. തനിക്ക് അപരിചിതമായിട്ടുള്ള ഒരു സ്പേസ് ക്രാഫ്റ്റ് അല്ല വോസ്റ്റോക്ക് 6. കഴിഞ്ഞ കുറേയധികം ദിവസങ്ങളായിട്ട് നിരന്തരമായിട്ട് വോസ്റ്റോക്ക് 6നെ അവൾ വന്ന് സന്ദർശിക്കാറുണ്ട്. അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ തന്നെയും വിലയിരുത്താറുണ്ട്. അതിലുള്ള ഓരോ സ്വിച്ചുകളും ഓരോ നോബുകളും എന്തിനാണെന്ന് കൃത്യമായിട്ട് തന്നെ അവൾക്ക് അറിയുകയും ചെയ്യാം. അതുതന്നെയാണോ തൻ്റെ മുൻപിലിരിക്കുന്നതെന്ന് അവൾ ഒന്നുകൂടി വിലയിരുത്തുകയാണ്. ആ സമയത്താണ് വലേറിയയുടെ സന്ദേശം അവൾക്ക് ലഭ്യമാകുന്നത്. വാലന്റീന, നമ്മൾ യാത്ര ചെയ്യാൻ പോവുകയാണ്, നീ റെഡിയല്ലേ? ഞാൻ തയ്യാറാണ്, നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ യാത്ര ചെയ്യാം. മറുപടി കേട്ട ഉടൻ തന്നെ വലേറിയ കൗണ്ട് ഡൗൺ തുടങ്ങുകയായിരുന്നു. കൗണ്ട് ഡൗണിനോടൊപ്പം തന്നെ അവളുടെ ഹൃദയമിടിപ്പും വർദ്ധിക്കാൻ തുടങ്ങി. അങ്ങനെ വർദ്ധിച്ചു ഒരു ഘട്ടം എത്തിയപ്പോൾ ഭീകരമായിട്ടുള്ള ഒരു ശബ്ദം അവൾക്ക് കേൾക്കാൻ സാധ്യമായി. അത് ബൂസ്റ്റർ റോക്കറ്റുകളുടെ പ്രവർത്തനമാണ്. ബൂസ്റ്റർ റോക്കറ്റ് പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. പതിയെ ആ പേടകം മുകളിലേക്ക് ഉയരുകയാണ്. ശക്തമായിട്ടുള്ള ഒരു വിറയലാണ് അവൾക്ക് അനുഭവിക്കാൻ സാധ്യമായത്. ഭയം കൊണ്ട് തൻ്റെ ശരീരം വിറയ്ക്കുന്നതല്ല, ഈ പേടകം മൊത്തത്തിൽ വിറച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അത് സ്വാഭാവികമായിട്ടുള്ള ഒരു വിറയൽ തന്നെയാണ്. അങ്ങനെ ബൂസ്റ്റർ റോക്കറ്റുകളുടെ സഹായത്താൽ ആ പേടകം മുകളിലേക്ക് കുതിച്ചുയർന്നു. അവിടെ ഉണ്ടായിരുന്ന മീഡിയ പേഴ്സൺസ് അവർ കൃത്യമായിട്ട് അത് ചിത്രീകരിക്കാൻ മുതിരുന്നുണ്ട്. പലരും ആനന്ദം കൊണ്ട് നൃത്തം വയ്ക്കുന്നുണ്ട്. വലിയ രീതിയിലുള്ള ഹർഷാരവമാണ് അവിടെ സംഭവിക്കുന്നത്. പക്ഷേ ഈ സമയത്തൊക്കെ തന്നെയും മിഷൻ കൺട്രോൾ റൂമിൽ ശാന്തമായിരുന്നു അവസ്ഥ. കാരണം അവർക്കറിയാം ഇതല്ല വിജയം. വിജയം ഇനി വരാൻ പോകുന്നേ ഉള്ളൂ. സന്തോഷിക്കാനുള്ള നിമിഷങ്ങൾ ഇനിയും കുറേ നേരം കഴിഞ്ഞിട്ട് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ആ പേടകം അതിശക്തമായ വേഗതയിൽ മുകളിലേക്ക് കുതിച്ചുയർന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ഗ്രാവിറ്റിക്ക് എതിരെയുള്ള ഒരു സഞ്ചാരമാണ്. അതുകൊണ്ട് തന്നെ അവളുടെ ശരീരം വലിച്ചു മുറുക്കുന്ന ഒരവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. താഴെ നിന്ന് ഗ്രാവിറ്റി ശക്തമായിട്ട് വലിക്കുന്നു, മുകളിലേക്ക് ബൂസ്റ്റർ റോക്കറ്റുകൾ വലിക്കുന്നു. അവളുടെ വിരലുകളൊന്ന് അനക്കാൻ പോലും സാധ്യമാകുന്നില്ല. തൻ്റെ ശരീരത്തിന് പതിവില്ലാത്തത്ര തീവ്രമായിട്ടുള്ള ഭാരം അനുഭവിക്കുന്നതായിട്ട് അവൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഓരോ നിമിഷം കഴിയും തോറും ശരീരത്ത് ശക്തമായിട്ടുള്ള വേദനയാണ് അവൾക്ക് അനുഭവിക്കേണ്ടി വരുന്നത്. അല്പനേരം കഴിഞ്ഞ് റോക്കറ്റ് പൂർണ്ണമായിട്ടും സ്പേസ് ക്രാഫ്റ്റിൽ നിന്നും വേർപെട്ടു. സ്പേസ് ക്രാഫ്റ്റിൽ തന്നെ ഘടിപ്പിച്ചിരുന്ന എഞ്ചിൻ്റെ സഹായത്താലാണ് ഇപ്പോൾ അത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ മുകളിലേക്കല്ല സഞ്ചരിക്കുന്നത്, ഭൂമിക്ക് ചുറ്റിനുമായിട്ട് സഞ്ചരിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. അതെ, വാലന്റീന ആദ്യമായിട്ട് ബഹിരാകാശത്ത് എത്തിച്ചേർന്ന ഒരു സ്ത്രീയായിട്ട് മാറിയിരിക്കുകയാണ്. ചരിത്രത്തിൽ എന്നേക്കുമായി എഴുതി വെൽക്കുന്ന ഒരു പേരായിട്ട് അവളുടെ പേര് അവശേഷിച്ചിരിക്കുന്നു. നാളെ ലക്ഷക്കണക്കിന് സ്ത്രീകൾ, അത് സോവിയറ്റ് യൂണിയനിലെ സ്ത്രീകൾ മാത്രമല്ല, ലോകത്തെമ്പാടുമുള്ള സ്ത്രീകൾ അവളുടെ പേര് കേട്ട് അഭിമാനത്താൽ ചാടി എഴുന്നേൽക്കുന്നതാണ്. അവർക്കെല്ലാം പ്രചോദനമായിട്ട് വാലന്റീന മാറുന്നതാണ്. അവൾ തൊട്ടരികിലുള്ള ജനാലയിലൂടെ വെളിയിലേക്ക് നോക്കി. മനോഹരമായ ആ കാഴ്ച അവൾക്ക് കാണാൻ സാധ്യമായി. നീല നിറത്തിലുള്ള തൻ്റെ സ്വന്തം ഗ്രഹമായ ഭൂമി. കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിലൂടെ അവൾ കൺട്രോൾ സ്റ്റേഷനിലേക്ക് അറിയിച്ചു, മിഷൻ വിജയകരമാണ്, എനിക്ക് മനോഹരമായ ആ കാഴ്ച കാണാൻ സാധിക്കുന്നു. യൂറി ഗഗാറിൻ പറഞ്ഞതുപോലെ, ജർമ്മൻ ടിറ്റോ പറഞ്ഞതുപോലെ നമ്മുടെ ഭൂമിക്ക് ഒരു നീല നിറമാണുള്ളത്. ഇതിന് മറുപടിയായിട്ട് ഒരു വലിയ ആരവമാണ് കൺട്രോൾ സ്റ്റേഷനിൽ നിന്നും അവൾക്ക് ലഭ്യമായത്. വലിയ രീതിയിലുള്ള സന്തോഷ പ്രകടനങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മിഷൻ വലിയ വിജയം തന്നെയാണ്.
ഡോക്ടർമാർ നിരന്തരമായിട്ട് അവളുടെ ഹൃദയമിടിപ്പ് പരിശോധിക്കുന്നുണ്ട്. എല്ലാം കൃത്യമായിട്ട് തന്നെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതൊരു സീറോ ഗ്രാവിറ്റി പ്രതിഭാസമല്ല, ഇതിനെ നമുക്ക് മൈക്രോ ഗ്രാവിറ്റി എന്നാണ് പറയാൻ സാധിക്കുന്നത്. കാരണം അത്രയധികം ഉയരത്തിലാണെങ്കിൽ പോലും വാലന്റീനയ്ക്ക് ഇപ്പോഴും ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലം നല്ല രീതിയിൽ തന്നെ ഉണ്ട്. എന്നാൽ ഈ ഒരു പേടകം ഭൂമിക്ക് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത്തരത്തിൽ കറങ്ങുന്നത് കൊണ്ടാണ് അവൾക്ക് ഗ്രാവിറ്റി ഇല്ലാത്തൊരവസ്ഥ അനുഭവിക്കാൻ സാധ്യമായിരിക്കുന്നത്. ഭാരമില്ലാതെ ഒഴുകി നടക്കുന്ന ഒരവസ്ഥ, അതിമനോഹരമായിട്ടുള്ള ആ അവസ്ഥയിലൂടെ തന്നെയാണ് അവൾ കടന്നു പോകുന്നത്. അത് കുറച്ച് മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ഒരു പ്രക്രിയയല്ല. അവൾ 2 ദിവസവും 23 മണിക്കൂറുകളുമാണ് അവിടെ ചെലവഴിക്കേണ്ടത്. അതിനിടയിൽ അവിടുത്തെ മെഷർമെൻറ്റുകൾ കൃത്യമായിട്ട് എടുത്ത് ഭൂമിയിലേക്ക് അവൾ അയച്ചു കൊടുക്കുന്നുണ്ട്. കൊറോലോവും വലേറിയും ഒക്കെ അത് പരിശോധിച്ച് എല്ലാം കൃത്യമാണെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ പേടകം യാത്ര ചെയ്ത് ഭൂമിയുടെ ഇരുണ്ട മേഖലകളിലൂടെ കടന്നു പോകാൻ തുടങ്ങി. ആ പ്രദേശത്ത് ഇപ്പോൾ രാത്രിയാണ് സമയം. രാത്രി സമയമായിരിക്കുന്നു. തനിക്ക് എന്തായാലും ഉറങ്ങേണ്ടതായിട്ടുണ്ട്. കാരണം ഏതാണ്ട് 3 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന മിഷനാണല്ലോ. 2 തവണ ഉറങ്ങേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഈ ഇരുട്ടിൽ തന്നെ ഉറങ്ങാമെന്ന് അവൾ കരുതുന്നു. അവിടെ ഒരു വലിയ പെട്ടിക്ക് സമാനമായിട്ടുള്ള ഒരു കിടപ്പറയാണ് അവൾക്കുള്ളത്. പതിയെ അവൾ ആ ഒരു കിടപ്പറയുടെ ഉള്ളിലേക്ക് അല്ലെങ്കിൽ ആ പെട്ടിയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നു. കണ്ണുകൾ അടച്ച് ശാന്തമായി തന്നെ അവൾ ഉറങ്ങുകയാണ്. ഒരു 7-8 മണിക്കൂറുകൾ അവൾ ഉറങ്ങിയിട്ടുണ്ടായിരിക്കും. പതിയെ കണ്ണുകൾ തുടർന്ന് തൻ്റെ പ്രവൃത്തിയിലേക്ക് തന്നെ മടങ്ങിപ്പോവുകയാണ്. അവൾക്ക് നല്ല രീതിയിൽ തന്നെ ആ സ്പേസ് യാത്ര ആസ്വദിക്കാൻ സാധിക്കുന്നുണ്ട്. ഭൂമിയുടെ വ്യത്യസ്തമായിട്ടുള്ള കോണിൽ നിന്നുള്ള ദൃശ്യങ്ങൾ അവൾ കാണുന്നുണ്ട്. ഭൂമിയിലെ വ്യത്യസ്തമായിട്ടുള്ള പ്രദേശങ്ങൾ കാണുന്നുണ്ട്. ഇതിൽ ഏതാണ് നമ്മുടെ രാജ്യം? ഇതിൽ ഏതാണ് നമ്മുടെ ശത്രു രാജ്യമായിട്ടുള്ള അമേരിക്ക? അതിലൂടെ സഞ്ചരിക്കുമ്പോൾ അമേരിക്കക്കാർ നമ്മളെ ആക്രമിക്കാനുള്ള എന്തെങ്കിലും ഒരു സാധ്യതയുണ്ടോ? കാരണം കോൾഡ് വാറിൻ്റെ ഒരു കാലഘട്ടത്തിലൂടെയാണല്ലോ നമ്മൾ കടന്നു പോകുന്നത്. ഈ ചിന്തകളൊക്കെയായി അങ്ങനെ മണിക്കൂറുകൾ ചെലവഴിക്കുകയാണ് വലന്റീന. ഒടുവിൽ 2 ദിവസവും 23 മണിക്കൂറുകളും പിന്നിടുന്നു. 48 തവണയാണ് അപ്പോൾ അവൾക്ക് ഭൂമിക്ക് ചുറ്റും കറങ്ങാൻ സാധ്യമായത്. ഒടുവിൽ വലേറിയയുടെ ഒരു സന്ദേശം ലഭ്യമായി. വലന്റീന, നമ്മൾ തിരികെ ഭൂമിയിലേക്ക് ലാൻഡ് ചെയ്യാൻ പോവുകയാണ്, നീ തയ്യാറല്ലേ? അങ്ങനെ മടക്കി യാത്രയ്ക്ക് ആരംഭം കുറിക്കുകയാണ്. അതവൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. റിട്രോ റോക്കറ്റുകൾ പ്രവർത്തിപ്പിച്ച് സ്പേസ് ക്രാഫ്റ്റിൻ്റെ ഇപ്പോഴുള്ള യാത്രയുടെ വേഗത കുറയ്ക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ റിട്രോ റോക്കറ്റുകൾ പ്രവർത്തിക്കുന്ന ശബ്ദം അവൾക്ക് കേൾക്കാൻ സാധ്യമായി. ആ പേടകം ഒന്ന് ആടി ഉലയുന്നുണ്ട്. പിന്നീട് അതിൻ്റെ വേഗത മന്ദഗതിയിലായി. അവളുടെ മുൻപിലുള്ള പാനലിൽ ആൾട്ടിമീറ്റർ ഉണ്ട്. ആ ആൾട്ടിമീറ്ററിൻ്റെ സഹായത്താൽ കൃത്യമായിട്ടുള്ള ഉയരം മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ക്രമേണ ആ ഉയരം കുറഞ്ഞു വരുന്നതാണ്. അങ്ങനെ കുറഞ്ഞ് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഒരു വലിയ കൂണ് പോലെ ഒരു പാരച്യൂട്ട് മുകളിലേക്ക് ഉയരുകയുണ്ടായി. അങ്ങനെ ആ പാരച്യൂട്ടിൻ്റെ സഹായത്താൽ മന്ദമായ വേഗതയിൽ അവൾ ഭൂമിയിൽ നിലം തൊടുകയാണ്. ചരിത്ര പ്രാധാന്യം അർഹിക്കുന്ന ഒരു മിഷൻ തന്നെയായിരുന്നു വോസ്റ്റോക്ക് 6. ഇത്തരത്തിൽ ഒരുപാട് മിഷനുകൾ നടന്നിട്ടുണ്ട്. അപ്പോളോ മിഷനുകളും അതുപോലെ തന്നെ സോവിയറ്റ് യൂണിയൻ്റെ മിഷനുകളും. ഈ മിഷനുകളെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രത്യേകമായിട്ട് ഒരു മിഷനെക്കുറിച്ച് അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അത് കമൻറ്റിൽ രേഖപ്പെടുത്തുക. അതിനെക്കുറിച്ചും വളരെ വിശദമായിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കുന്നതാണ്. ഞാനും നമ്മുടെ ചാനലിലെ ചില സബ്സ്ക്രൈബേഴ്സും കൂടി ചേർന്ന് ഒരു ഇൻ്റർനാഷണൽ ജേർണലിൽ ആസ്ട്രോഫിസിക്സുമായി ബന്ധപ്പെട്ട ഒരു ശാസ്ത്ര പ്രബന്ധം പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ അഡ്വാൻസ്ഡ് ആസ്ട്രോഫിസിക്സ് എന്ന കോഴ്സിൻ്റെ ഭാഗമായിട്ടുള്ള റിസർച്ച് വിത്ത് മീ സെഷൻ്റെ ഭാഗമായിട്ടായിരുന്നു ആ ശാസ്ത്ര പ്രബന്ധം പബ്ലിഷ് ചെയ്തത്. നിങ്ങൾക്കും അത്തരത്തിലുള്ള പ്രബന്ധങ്ങൾ പബ്ലിഷ് ചെയ്യാനും ശാസ്ത്രത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനും താല്പര്യമുണ്ടെങ്കിൽ ആ കോഴ്സിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും കൊടുത്തിട്ടുണ്ട്. അത് പരിശോധിക്കാവുന്നതാണ്.